എല്ലാവർക്കും പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മുടെ രാധയുടെ വീടാണ് കേട്ടോ. രാധയുടെ അമ്മ കുറേ പാത്രങ്ങൾ എന്തൊക്കെയോ ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ചെറിയുന്നുണ്ട് കേട്ടോ രാധയോടുള്ള ദേഷ്യത്തിന്. അപ്പോൾ രാധയുടെ അച്ഛൻ ഡൈനിങ് ടേബിളിൽ ഇരുന്നിട്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ട്, എന്താടി നിനക്ക് പ്രശ്നം, എന്താ നിനക്ക് ഇത്ര ദേഷ്യം എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും രാധ വരുന്നുണ്ട്. രാധ കയ്യിൽ കുറച്ച് പൈസയൊക്കെ ആയിട്ടാണ് വരുന്നത് കേട്ടോ. എന്നിട്ട് അവൾ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ കസാര വലിച്ചിട്ടിട്ട് അവിടെ ഇരുന്നിട്ട് പൈസ ഇങ്ങനെ എണ്ണുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അച്ഛൻ ചോദിക്കുന്നുണ്ട്, എന്ത് നിൻ്റെ അമ്മയ്ക്ക് ഇന്ന് എത്ര ദേഷ്യം എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ദേഷ്യമോ എന്തിന് എന്ന് രാധ തിരിച്ചു ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും അമ്മ വന്നിട്ട് പറയുന്നുണ്ട്, ദേ നീ ഇനിയും സമ്പാദിച്ച പൈസയൊക്കെ ആ ചെക്കിന് വേണ്ടി ചിലവാക്കി. ഇനിയും അവന് വേണ്ടിയിട്ട് നീ വല്ലവരുടെ നിന്നും കടം വാങ്ങി വക്കീൽ ഫീസ് ഉണ്ടാക്കാനാണ് നിൻ്റെ ഉദ്ദേശമെങ്കിൽ ഞാൻ പറയുന്നു, അമ്മയും കുമ്മയും വിളിച്ചിട്ട് പിന്നെ ഈ പടി നീ ചവിട്ടിപ്പോയിരുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിക്രമിന് വേണ്ടിയിട്ട് വക്കീലിനെ അന്വേഷിക്കാനും വക്കീൽ ഫീസ് കൊടുക്കാനൊക്കെ പലരിൽ നിന്നും രാധ കടം വാങ്ങിയിട്ട് വിക്രമിൻ്റെ പിന്നാലെ തന്നെയാണ് ഇപ്പോഴും കേട്ടോ. അപ്പോൾ അത് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് അമ്മയും മകളും കൂടി ഉണ്ടാക്കുന്ന കുറച്ച് വഴക്കൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ രാധ പറയുന്നുണ്ട്, ഞാനൊന്നും കണ്ടിട്ടല്ല അമ്മേ, എങ്ങനെയെങ്കിലും വിക്രം പുറത്ത് വെച്ചിട്ടാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിനക്ക് എന്താ ഭ്രാന്തുണ്ടോ, അവൻ താലി കെട്ടി അവൻ്റെ ഭാര്യ തന്നെ അവനെതിരായിട്ട് നിൽക്കുമ്പോൾ പിന്നെ നീ എന്ത് ചെയ്തിട്ട് എന്താ കാര്യം? അവൻ ജയിലിൽ പോകുന്ന ഉറപ്പാണ്, എന്തായാലും ജീവപര്യന്തം വരെ അവന് ശിക്ഷ കിട്ടുന്ന ഉറപ്പാണ്. ഇനി അവൻ മൂത്ത് നടക്കുന്ന വരെ ആ ജയിലിൽ തന്നെ ആയിരിക്കും. അവനെ ഓർത്ത് നിൻ്റെ ജീവിതം കളയാൻ ഞാൻ സമ്മതിക്കില്ല. അതിനാണ് നിൻ്റെ ഉറപ്പാണെങ്കിൽ അത് വേണ്ടാന്ന് ഞാൻ ഇപ്പം തന്നെ പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. പക്ഷെ രാധ അതൊന്നും കേൾക്കുന്നില്ല കേട്ടോ. രാധ എണീച്ച് പോകാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ ചോദിക്കുന്നുണ്ട്, ഇത്രയും പൈസ കണ്ടതുകൊണ്ട് ചോദിക്കുകയാണ്, ഒരു 500 രൂപ എനിക്ക് തരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ രാധ അതിന് 500 രൂപ എടുത്തിട്ട് അവളുടെ അച്ഛന് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് രണ്ടുപേരും കൂടി പോകുന്നുണ്ട്. പക്ഷെ താൻ ഇത്രയും പറഞ്ഞിട്ടും രാധയ്ക്ക് ഒരു കുലുക്കമില്ലാന്ന് മനസ്സിലാക്കി രാധയുടെ അമ്മയ്ക്ക് വിഷമാവുന്നുണ്ട് കേട്ടോ. അവരിങ്ങനെ കരയുന്നൊരു സീനൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്ന നമ്മുടെ മാഷിൻ്റെ വീടാണ് കേട്ടോ. കമല കിടന്നുറങ്ങിയിട്ടോ. അപ്പോൾ മാഷ് വന്നിട്ട് കമലേനെ ഇങ്ങനെ പുതപ്പിച്ച് കൊടുക്കുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും വേദ വരുന്നുണ്ട്. വേദയ്ക്കാണെന്ന് വെച്ചാൽ അമ്മ കിടക്കുന്നത് കാണുമ്പോൾ നല്ല വിഷമാവുന്നുണ്ട് കേട്ടോ. ഒന്നും കഴിക്കുകയൊന്നും ചെയ്യാതെ ആകെ പരവശമായിട്ട് എപ്പോഴും വിക്രമിനെ കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിട്ട് തന്നെയാണല്ലോ കമല. അപ്പോൾ അത് ഒക്കെ വേദയ്ക്ക് നല്ല വിഷമാവുന്നുണ്ട്. അപ്പോൾ വേദ കരഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുമ്പോൾ മാഷ് എന്താണെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് വരൂ അച്ഛാന്ന് പറയുന്നുണ്ട്. എന്നിട്ട് വേദ കണ്ണൊക്കെ തുടച്ചിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ മാഷ് പുറത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് രണ്ടുപേരും കൂടി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ വേദ പറയുന്നുണ്ട്, അച്ഛാ ഞാൻ ചെയ്തത് തെറ്റാണോ എന്ന് എനിക്കിപ്പോൾ ഒരു തോന്നൽ എന്ന് പറയാണ് കേട്ടോ. അതെന്ത് പറ്റി? എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. അല്ല, ഇന്ന് വാസു MLA ഇവിടെ വന്ന് പറഞ്ഞതൊക്കെ കേട്ടില്ലേ? അയാൾക്ക് ജയിലിൽ വെച്ചിട്ട് വിക്രമിനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുവച്ചാ പിന്നെ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആവില്ല അച്ഛാ. അമ്മയാണെച്ചാൽ ഒന്നും കഴിക്കുന്നില്ല. ശ്രീചേട്ടത്തി ഒരുപാട് നിർബന്ധിക്കുമ്പോൾ എന്തെങ്കിലും കഴിച്ചു എന്ന് വരുത്തുന്നല്ലാതെ അമ്മ ശരിക്കും ഉപവാസത്തിൽ തന്നെയാണ്. ഇനി അമ്മയ്ക്ക് അങ്ങനെ എന്തെങ്കിലും വയ്യായൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും എന്നെയല്ലേ കുറ്റപ്പെടുത്തുക, ഞാൻ കാരണമാണെന്നല്ലേ പറയാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ വേദ. അപ്പോൾ മാഷ് പറയുന്നുണ്ട്, നീ അതൊന്നും വിചാരിക്കേണ്ട, അതങ്ങനെയൊന്നുമില്ല. പിന്നെ വാസവൻ അയാളിവിടെ വന്ന് കാണിച്ചത് വെറും ഒരു പ്രഹസനമായിട്ടാണ് എനിക്ക് തോന്നിയത്. അയാൾക്ക് എന്തും ചെയ്യാൻ പറ്റുമെന്ന് നമ്മളെ ബോധിപ്പിക്കാനുള്ള ഒരു പ്രഹസനം. അയാൾക്ക് ജയിലിൽ വെച്ചിട്ട് വിക്രമിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. അയാൾക്ക് വിക്രമിനെ പുറത്ത് തന്നെ കിട്ടണം. അതിന് വേണ്ടിയിട്ടുള്ളൊരു നാടകമാണ് അയാൾ കളിച്ചതെന്ന് പറയാൻ കേട്ടോ. നീ അതൊന്നും കേട്ട് വിഷമിക്കുകയോ നിൻ്റെ തീരുമാനത്തിൽ നിന്ന് മാറൊന്നും വേണ്ട. നീ ചെയ്യുന്നത് തന്നെ ശരിയെന്ന് പറയാൻ കേട്ടോ. പക്ഷേ എനിക്കൊരു പേടിയുണ്ട്, ആ പയ്യന് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആ പയ്യന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവന് കിട്ടുന്ന ശിക്ഷ കൂടി പോവില്ലേ എന്ന്. അപ്പോൾ വേദ പറയുന്നുണ്ട്, അച്ഛൻ ആലോചിച്ച് വിഷമിക്കണ്ട. അവൻ്റെ നിലയൊക്കെ ഇപ്പോൾ ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിന്ന് മാറി, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. പിന്നെ അതുകൊണ്ട് വിക്രമിന് ശിക്ഷയൊന്നും കൂടുതൽ കിട്ടില്ല. പിന്നെ നമുക്ക് അപ്പീൽ പോവാമല്ലോ. ഇതൊക്കെ ഒന്ന് ഒതുങ്ങുമ്പോൾ നമുക്ക് അപ്പീൽ പോയി നല്ലൊരു വക്കീലിനെ വെച്ച് വാദിച്ച് വിക്രമിനെ പുറത്തിറക്കാം. ആ ഒരു കുറച്ച് സമയം വിക്രമിനെ ചിന്തിക്കാനുള്ള സമയവും വിക്രമിന് നല്ലൊരു ജീവിതം തിരഞ്ഞെടുക്കാനുള്ള സമയമാണെന്ന് പറയാൻ കേട്ടോ. അതെ, കുറച്ച് ദിവസം അവൻ ശ്രീകാന്തും ശ്രീനിവാസിൻ്റെ കയ്യിൽ നിന്ന് വിട്ടു നിന്നാൽ തന്നെ അവൻ്റെ ജീവിതത്തിനെക്കുറിച്ച് ആലോചിക്കാനും നല്ലൊരു ജീവിതം തിരഞ്ഞെടുക്കാനുള്ള മാർഗങ്ങളുണ്ട്. അതിലൂടെ അവനെ പുറത്ത് നല്ല രീതിക്ക് നടത്തിക്കാനല്ലേ നമ്മളിതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് നീ അതിൽ തെറ്റൊന്നും വിചാരിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് വേദനെ സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേദ എന്നാലും വേദയ്ക്കൊരു ഡൗട്ടുണ്ട്. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് കേട്ടോ, നീ സമാധാനിക്ക്, എന്തായാലും അവൻ പുകഞ്ഞുകൊള്ളി പുറത്തേ എന്ന് വിചാരിച്ച് കളഞ്ഞിരുന്നതാണ് ഞാൻ, അവനിനി നേരാവില്ല എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അവനെ നേരാക്കാൻ പറ്റുന്നു, അതിന് പല വഴികളുണ്ടെന്നും കാണിച്ചു തന്നതും തെളിയിച്ചു തന്നതും നീയാണ്. നീ ചെയ്യുന്നതാണ് ശരി, അതുകൊണ്ട് നീ വിഷമിക്കേണ്ട ആവശ്യമില്ല.
എന്നൊക്കെ പറഞ്ഞ് വേദേനെ സമാധാനിപ്പിക്കുന്നുണ്ട് ട്ടോ. നീയാണ് ശരി എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ഒരു പോലീസുകാരൻ വന്നിട്ട് വിക്രത്തിനെ ജയിലിൽ നിന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നതും വിക്രത്തിനെ കൊല്ലാൻ ശ്രമിക്കുന്നതൊക്കെയാണ് ട്ടോ. വെടിവെക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് നമ്മൾ പ്രൊമോയിൽ കണ്ട പോലെ. പക്ഷെ അതൊക്കെ കമല സ്വപ്നം കണ്ടതാണ് ട്ടോ. എന്നിട്ട് സ്വപ്നം കണ്ട് കമല ഞെട്ടി എണീക്കുന്നുണ്ട്. എന്നിട്ട് കമല പേടിച്ചിട്ട് പറയുന്നുണ്ട് അവനവിടെ സുരക്ഷിതനാണ്, അവനെ പോലീസുകാർ കൊല്ലുമോ, അയാൾ വന്ന് പറഞ്ഞ പോലെ അയാൾക്ക് സ്വാധീനം ഉണ്ടാവില്ലേ, പോലീസുകാർ അവനെന്തെങ്കിലും ചെയ്യുമോ, എനിക്ക് പേടിയാവുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ട്ടോ. മാഷ് പറയുന്നുണ്ട് നീ പേടിക്കണ്ട, അവനൊന്നും വരില്ല എന്ന് പറയുന്നുണ്ട് ട്ടോ. അങ്ങനെയൊന്നും ഉണ്ടാവില്ല, അവൻ സർക്കാരിൻ്റെ സംരക്ഷണത്തിലല്ലേ, അപ്പോൾ അവന് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളൊരു അച്ഛനാണ്, നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നു, ഞാൻ ഓരോ ദിവസം ഉരുകി ഉരുകിയിട്ടാണ് ഇവിടെ ജീവിക്കുന്നത് എന്നൊക്കെ കമല പറയുന്നുണ്ട് ട്ടോ. അപ്പം മാഷ് പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഉണ്ടാവില്ല, അയാൾ വെറുതെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്, പോലീസുകാർ അവനെ ഒന്നും ചെയ്യില്ല എന്നൊക്കെ പറയുന്നുണ്ട് ട്ടോ. എന്നിട്ട് മാഷ് പറയുന്നുണ്ട് ഇവിടെ ഇത് ഭയങ്കര സെൻസേഷനായൊരു കേസാണ്, അതുകൊണ്ട് വിക്രമിനെ ജയിലിൽ വെച്ച് അവരൊന്നും ചെയ്യാൻ നോക്കില്ല, അപ്പോൾ മീഡിയക്കാരൊക്കെ അതിന് നേരെ തിരിയും. MLA വാസുവിൻ്റെ മകനല്ലേ ആശുപത്രിയിൽ, അപ്പോൾ അങ്ങനെ ഒരു കടുങ്കൈയൊന്നും അവർ എന്തായാലും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് കമലേനെ സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ. കമല പറയുന്നുണ്ട് ശരിയാവില്ലേ എന്നൊക്കെ. അതെ, നീ വേദേനെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വേദയുടെ കാര്യം പറയാൻ തുടങ്ങുമ്പോഴേക്കും കമല പറയുന്നുണ്ട് മതി, എനിക്ക് അവളെക്കുറിച്ചൊന്നും കേൾക്കണ്ട, എൻ്റെ മകനെ ജയിലിൽ അടയ്ക്കാൻ നോക്കുന്നവളെക്കുറിച്ച് എനിക്കൊന്നും കേൾക്കണ്ട പറയുമ്പോൾ മാഷ് പറയുന്നുണ്ട് കേട്ടോ, വേദ അങ്ങനെ ചെയ്യുന്നെങ്കിൽ വേദയ്ക്ക് ഒരു കാരണം ഉണ്ടാവുമായിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ. എൻ്റെ മകനെ ജീവപര്യന്തം ശിക്ഷ തടവിന് വിട്ടുകൊടുക്കുന്നതിന് അവൾക്ക് എന്ത് കാരണം ഉണ്ടെങ്കിലും എനിക്കത് കേൾക്കണ്ടെന്ന് കമലയും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മാഷ് പറയുന്നുണ്ട് നീ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്, അവൻ നല്ലവനാവാൻ വേണ്ടിയിട്ടല്ലേ ഇത്രയൊക്കെ അവൾ ചെയ്യുന്നത് ചോദിക്കുമ്പോൾ, നല്ലവനാവണമെങ്കിൽ അല്ലെങ്കിൽ നേരെയാവണമെങ്കിൽ അവൻ ആദ്യം പുറത്ത് വരികയല്ലേ വേണ്ടത്, അല്ലാതെ ജയിലിൽ കിടന്ന് അവൻ നേരെയാവുമോ എന്ന് ചോദിക്കുന്നുണ്ട്. മാഷ് പറയുന്നുണ്ട് ഇതിന് മുന്നേ അവൻ ജയിലിൽ കിടന്നിട്ടില്ലേ, എന്നിട്ട് പുറത്തിറങ്ങിയിട്ട് അവൻ നന്നായിട്ടുണ്ടോ, ഇല്ലല്ലോ, ഇനിയും അത് തന്നെയായിരിക്കും, അവൻ ആദ്യം പോവുക ശ്രീനിവാസൻ്റെ ആ ചെളിക്കുണ്ടിലേക്കായിരിക്കും, പിന്നെ അവൻ അവിടേക്ക് തന്നെയാവും പോവുക, അതിനും നല്ലത് അവൻ കുറച്ചു കാലം ജയിലിൽ കിടക്കുന്നത് തന്നെയാണ് എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ കമലയ്ക്ക് ദേഷ്യം വന്ന് കമല പറയും നിങ്ങളൊരു അച്ഛനാണ്, നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നു അങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്കിപ്പോൾ അതൊന്നുമല്ല, ആദ്യം നിങ്ങൾക്ക് വേദേനെ കണ്ണെടുത്ത കണ്ടുകൂടാ, ഇപ്പോൾ അവനെതിരെ സാക്ഷി പറയാമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ അവളുടെ പക്ഷമായി, ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന് പറയുന്ന പോലെ എന്നൊക്കെ പറയുമ്പോൾ മാഷ് പറയുന്നുണ്ട് ശത്രു, അവൻ എനിക്ക് ശത്രു, ഞാൻ എൻ്റെ മക്കളുടെ ഏറ്റവും കൂടുതൽ ലാളിച്ചതും ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെച്ചിരുന്നതും അവൻ്റെ മേലായിരുന്നു, അതൊക്കെ നിനക്ക് അറിയാവുന്നതല്ലേ, എന്നിട്ട് അവനൊരു തെറ്റ് ചെയ്തപ്പോൾ ഞാൻ ശിക്ഷിച്ചു, പരിഗണിക്കാതിരുന്നിട്ടുണ്ട്, അതൊക്കെ അവൻ നന്നാവാൻ വേണ്ടിയിട്ടായിരുന്നു, പക്ഷെ അതാണോ ഉണ്ടായത്, അല്ലല്ലോ, അപ്പോൾ ഇനി അവൻ നേരെയാവണമെങ്കിൽ അവൻ കുറച്ച് ദിവസം ജയിലിൽ കിടക്കണം, അത് നീ എന്താ മനസ്സിലാക്കാത്തതെന്ന് പറയുമ്പോൾ എനിക്കൊന്നും കേൾക്കണ്ട, എൻ്റെ മകനെ പുറത്തിറക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുവെച്ചാൽ അത് ചെയ്യ്, അല്ലാണ്ട് എനിക്ക് നിങ്ങളുടെ ഒരു തത്വവർത്താനം ഒന്നും കേൾക്കണ്ടെന്ന് പറയുകയാണ് കേട്ടോ കമല. പിന്നെ മാഷ് പറയുന്നുണ്ട് കേട്ടോ ഞാൻ എൻ്റെ മക്കളെ സ്നേഹിച്ചിട്ടില്ല എന്നൊന്നും നീ പറയരുത്, പക്ഷേ ഞാൻ സ്നേഹം പ്രകടിപ്പിച്ചിട്ടില്ല അവരോട്, ഇപ്പോഴത്തെ അച്ഛന്മാർ ചെയ്യുന്ന പോലെ ഞാൻ അവരോട് കൂട്ടുകാരെ പോലെ അല്ലായിരുന്നു, ശാസിച്ചിട്ടുണ്ട്, പരിഗണിക്കാതിരുന്നിട്ടുണ്ട്, തെറ്റുകൾ തിരുത്തി കൊടുത്തിട്ടുണ്ട്, അതൊക്കെ അവരുടെ നല്ലതിന് വേണ്ടിയിട്ടായിരുന്നു, ഇനിയിപ്പോൾ സ്വന്തം മകനെ സ്നേഹിക്കാത്തൊരച്ഛനായിട്ട് എന്നെയും സ്വന്തം ഭർത്താവിനെ തുറുങ്കലിൽ അടയ്ക്കാൻ പോകുന്ന ഒരു ഭാര്യയായിട്ട് വേദേനെ നീ കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് മാഷ് അവിടെ നിന്ന് എണീച്ച് പോവാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ആലോചിച്ച് പൊട്ടിക്കരയുന്ന കമലേനെ കാണിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസമാണ് കേസിന് കോടതിയിലേക്ക് പോകുന്ന ശങ്കരനാരായണനെ കാണിക്കുന്നുണ്ട്. ശങ്കരനാരായണൻ ഇറങ്ങി വരുമ്പോഴേക്കും മുത്തശ്ശിയും പത്മയൊക്കെ അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട്, മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ഇന്നാലേ വിക്രത്തിൻ്റെ കേസ് പറയുമ്പോൾ അതേ അമ്മയെന്ന് ശങ്കരനാരായണൻ മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ. നിനക്കോ അറിയുമെന്നറിയില്ല, ഒരു വട്ടം നിൻ്റെ പിറന്നാളിന് കാറിനുണ്ടാക്കി വേദ ഇവിടെ വന്നപ്പോൾ ഞാൻ അവളോട് ചോദിച്ചിരുന്നു വിക്രമിനെ സ്നേഹിക്കാൻ വേണ്ടിയാണോ നീ ഈ ജീവിതം തിരഞ്ഞെടുത്തതെന്ന് ചോദിക്കുമ്പോൾ വേദ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്നേഹിക്കാൻ മാത്രമായിട്ടാണ് ഞാനിത് തിരഞ്ഞെടുത്തതെന്ന് മുത്തശ്ശിക്ക് തോന്നുന്നുണ്ടോയെന്ന് അവൾ അന്ന് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ ചിരിക്കുക മാത്രമേ ചെയ്തുള്ളൂ, പക്ഷേ ഇന്നാണ് അതിൻ്റെ കാരണം എനിക്ക് മനസ്സിലായതെന്ന് മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ. പകയും പ്രതികാരവും തീർക്കാൻ വേണ്ടിയിട്ട് മനുഷ്യന്മാരെ എന്തൊക്കെ രീതിയിലുള്ള ജീവിതങ്ങൾ തിരഞ്ഞെടുക്കുന്നില്ലേ എന്നൊക്കെ പറയുമ്പോൾ ശങ്കരനാരായണൻ പറയുന്നുണ്ട് കേട്ടോ, അമ്മ സ്നേഹിക്കുന്നവരൊക്കെ എന്ത് തെറ്റ് ചെയ്താലും അത് പൊറുക്കണം ക്ഷമിക്കണം എന്നേ ഉള്ളൂ. വിക്രം ഇതിനു മുന്നേ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, എന്നിട്ട് അത് തിരുത്താനോ ചൂണ്ടിക്കാണിക്കാനോ അമ്മ തയ്യാറായോ, ഇല്ലല്ലോ. വേദ നിയമം പഠിച്ച കുട്ടിയാണ്, അവൾക്ക് തോന്നിയിട്ടുണ്ടാവും അവൻ ചെയ്ത തെറ്റ് തിരുത്തണമെന്ന്, അതുകൊണ്ട് അവൾ അങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ.
മഹേശ്വരൻ കൊടുത്ത ജീവിതമാണ് അവൾക്ക് വിക്രത്തിന് കൊടുത്തത് ദൈവമാണെന്നൊക്കെയല്ലേ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ദൈവം തന്നെയാണ് അവനെ കൊണ്ട് ഇപ്പം ഇങ്ങനെ ചെയ്യിച്ചതും വേദയെ കൊണ്ട് സാക്ഷി പറയിക്കുന്നതൊക്കെ ആ ദൈവം തന്നെയാണ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ആശ്വാസം കിട്ടുമെന്ന് പറയാൻ കേട്ടോ. വേദ ചെയ്യുന്നത് തന്നെയാണ് ശരി. കാട്ടുനീതി നടപ്പാക്കുന്ന തൻ്റെ ഭർത്താവിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് അവൾക്ക് ഇറങ്ങിത്തിരിക്കണമെന്ന് തോന്നിയിട്ടുണ്ടായിരിക്കും. അത് നിയമം പഠിച്ച അല്ലെങ്കിൽ ഏതൊരു നീതിബോധമുള്ള ആളും ചെയ്യുന്നത് തന്നെയാണ് അവളും ചെയ്തിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ശങ്കരനാരായണൻ പോവുകയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്ന കോടതിയിലേക്ക് വിക്രത്തിനെ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ശ്രീകാര്യനും ശ്രീനിവാസനും ആൾക്കാരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. രാജേട്ടനും അവൻ്റെ കൂട്ടുകാരനൊക്കെ നിൽക്കുമ്പോൾ അവരുടെ അടുത്തേക്ക് വിക്രം പോകുന്നുണ്ട്. എന്നിട്ട് ശ്രീകാര്യം ശ്രീനിവാസൻ പറയുന്നുണ്ട് കേട്ടോ, ഇന്ന് രാവിലെ രാമൻ മേനോൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, അയാൾ വക്കാലത്ത് ഒഴിയുകയാണെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ വിക്രത്തിന് പെട്ടെന്നൊരു മുഖം മാറുന്നുണ്ട്. പിന്നെ അപ്പോൾ രാജേട്ടൻ പറയുന്നുണ്ട് കേട്ടോ, ഒഴിയേ വാസവൻ്റെ ആൾക്കാർ ഭീഷണിപ്പെടുത്തിയെന്ന് തോന്നുന്നു, വേറെ ഒരുപാട് പേരെ വിളിച്ചു നോക്കി പക്ഷെ ആരും തയ്യാറാവുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി എന്ത് ചെയ്യുമെന്ന് രാജേട്ടൻ ചോദിക്കുമ്പോൾ വിക്രം പറയുന്നുണ്ട്, പേടിക്കില്ല രാജേട്ടാ, ഇനി എന്തായാലും ജഡ്ജി വിധിക്കുന്ന പോലെ ആവട്ടെ, എനിക്ക് പേടിയൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവൻ്റെ മുഖം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത് കേട്ടോ. നാളത്തെ എപ്പിസോഡിൽ ദർശന ഹാജരാവുന്ന സീനൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടമാക്കി തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്